ഹലോ ഫ്രണ്ട്സ്, പെറ്റ് സ്റ്റേഷൻ എന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തമിഴിൽ കണ്ടിട്ടില്ലേ, ഒരു വലിയ അനാക്കോണ്ടനെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളൊരു ബാസിത്ത് നമ്മുടെ അടുത്തേക്ക് കൊടുത്തയച്ചാണ്. ആ ബാസിത്ത് സ്നേഹത്തോടെ കൊടുത്തു വിട്ടൊരു സാധനം. അപ്പോൾ നമുക്ക് കാണിച്ചു തരാം അനാക്കോണ്ട എങ്ങനെ ഉണ്ട്. അതിനോട് നിൽക്കാക്ക് പറ്റുമോ നോക്ക്, പറ്റുമെങ്കിൽ അവിടെ വെച്ചോന്നാണ്. അപ്പോൾ നമുക്ക് എന്ത് പറ്റാത്ത കൊടുത്തയക്കെന്ന് പറഞ്ഞു. അപ്പോൾ കൊടുത്തയച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല സൈസാണ്. അനാക്കോണ്ടൻ്റെ സ്വഭാവം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എപ്പം മാറും എപ്പം കടിക്കുമെന്ന് നമുക്ക് യാതൊരു നിശ്ചയമില്ല കേട്ടോ. അപ്പോൾ ഇന്നിപ്പം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നിവനെ കയ്യിലെടുക്കാനൊന്നും പോകുന്നില്ല. ഇപ്പോൾ അനാക്കോണ്ട പ്രത്യേകിച്ചിട്ട് വിശന്നിരിക്കുന്ന സമയത്ത് ഭയങ്കര അഗ്രസീവായിരിക്കും. അഗ്രസീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ തൊടാൻ പോയി കഴിഞ്ഞാൽ മിക്കവാറും കടി കിട്ടാനും പരിക്ക് പറ്റാനെല്ലാം ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ വിഷമില്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇതിനെ കാണിച്ചു തരാം. എന്നിട്ട് അവനിക്ക് ഇഷ്ടമുള്ള, ഇവർക്ക് വെള്ളം ഭയങ്കര ഇഷ്ടമാണ്. ആ വെള്ളം ഉള്ള ഒരു കേജിലേക്ക് നമ്മൾ എൻക്ലോഷറിലേക്ക് ഇവനെ മാറ്റാൻ വേണ്ടി പോയിരുന്നു. അതുപോലെ ഒരു തടിയും കാര്യങ്ങളും, അതുപോലെ ഒരു വെറ്റ് അരിയും കുറച്ച് വെള്ളവും ഉള്ള കൂട്ടിലേക്ക് നമ്മളിപ്പോൾ മാറ്റാൻ വേണ്ടി പോകുന്നത്. നമ്മൾ മുന്നേ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ തവളനെ കാണിച്ചിട്ടില്ലേ, നമ്മുടെ പാക്മാനെ കാണിച്ച കൂട്ടിലേക്കാണ് ഇവനിപ്പോൾ മാറ്റാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ തുറക്കട്ടെ. രസമായിരിക്കും. ഇതാ നമ്മളെ പിള്ളേരിലിങ്ങനെ ആകാംക്ഷയോടെ നോക്കുന്നുണ്ട്. നാട്ടിൽ ഇപ്പോൾ നമ്മൾ റോക്ക് പൈത്തണും ഇതെല്ലാം കണ്ടതല്ലാണ്ട് അനാക്കോണ്ടനെ ഇവർ ആരും ചെറിയ അനാക്കോണ്ടനാണ്ട് വലിയ അനാക്കോണ്ടനെ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എന്നിട്ട് എൻക്ലോഷറിലേക്ക് മാറ്റി നമുക്ക് ഡേ ബൈ ഡേ ആയിട്ടാണ് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഈ വീഡിയോ നമ്മളൊരു 3-4 ദിവസമായിട്ട് എടുത്തിട്ടാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. നാളെ നമ്മൾ ഇതിനെ ഇന്ന് കൂട്ടിലാക്കി നാളെ ഫീഡ് ചെയ്യുന്നത് കാണിക്കാം. ഫീഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്ത ദിവസം നമുക്ക് എടുക്കുന്നത് കാണിക്കാം. ഓക്കെ, എടുക്കുമ്പോൾ അതാണ് സീൻ ഉണ്ടാകൽ. അപ്പോൾ ഇതാണ് നമ്മളെ അനാക്കോണ്ട. ഓക്കെ, എങ്ങനെയുണ്ട് സൈസ്? എങ്ങനെയുണ്ട്? ഭീകരനല്ലേ? ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് തൊട്ടാക്കാലോ. അറ്റാക്ക് ചെയ്യും, അതിനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് തൽക്കാലം നമുക്ക് നല്ല കൂട്ടിലേക്ക് തന്നെ കൊണ്ടുപോവാം. അപ്പോൾ നമുക്കിപ്പം മൂടി വെക്കാം. മൂടി വെക്കുന്നതല്ല, ഇപ്പം നമുക്ക് പുതിയ നമ്മുടെ കൂട്ടിലേക്ക് മാറ്റാം. ഓക്കെ, അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ, നല്ല വെയിറ്റ് ഉണ്ട്. ബാ, അപ്പോൾ നമ്മളിതാ തവളനെ ഇടുന്ന് മാറ്റാം. നമ്മുടെ പാക്മാൻ ബോക്സ് എടുത്തടാ, അപ്പുറം കൊണ്ടിട്ട് എല്ലാവരും കാണുന്ന രീതിയിൽ തന്നെ വെച്ചോട്ടാ. വട അരി എടുക്കുമ്പോൾ ഓടിച്ചാടി കളിക്കുന്നുണ്ട്. വൃത്തിയാക്കി തവളനെ വെള്ളിച്ച് കുളിപ്പിക്കുന്ന ആദ്യമായിട്ടിരിക്കും. അവിടെ എന്താടാ ഓടുന്നുണ്ട? ഭയങ്കര ചാട്ടല്ല ഇതൊറ്റി, ഭയങ്കര ആക്റ്റീവാന്നല്ലോ ഇന്ന്. അടുക്ക്. ഓക്കെ, ഈ ഓട്ടിയിൽ അങ്ങനെ കൊണ്ടുവയ്ക്കല്ലോ, തുറക്കണം കേട്ടോ അടത്തിയവാണ്. അപ്പോൾ നമുക്ക് എന്താക്കാന്നറിയോ, ഇപ്പോൾ ഇവിടെ തവളനിട്ടല്ലേ ഈ കേജ് ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യാം. ഓക്കെ, അതിന് ശേഷം നമുക്ക് അനാക്കോണ്ടനെ ഇടാം. ഓക്കെ, അത് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ സൈസ് കണ്ടിട്ട് ഈ കേജ് അതിന് പോരാ. അപ്പോൾ നമ്മൾക്ക് 7 മോണിറ്റർ ലിസാർഡിൻ്റെ എൻക്ലോഷറിലേക്ക് ഇതിനെ മാറ്റാം. അത് അത്യാവശ്യം വലിയ സൈസുള്ള ഗേജാണല്ലോ, അതിനങ്ങോട്ടും ഇങ്ങോട്ടും തൽക്കാലം ചേഞ്ച് ആക്കാം. ആദ്യം ഇവിടെ നിൽക്കട്ടെ. ആ കൂട്ടിലേക്ക് മാറ്റിയാൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒറ്റയടിക്ക് എടുക്കാനൊന്നും കഴിയില്ല. ഇത് ഓപ്പൺ പ്ലേസ് അല്ലേ, നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഇതിൽ നിൽക്കട്ടെ. അതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് മാറ്റാം. ഓക്കെ, ആദ്യം ഇതിലേക്ക് കയറ്റാം. ഇതൊന്ന് നമുക്ക് ക്ലീൻ ആക്കാം. അപ്പോഴത്തേക്ക് ഇതൊക്കെ ഇഷ്ടം പോലെ വേംസ്. ഇതാ എൻ്റെ മോനെ, നമുക്ക് ഇതിനെടുത്തിട്ട് മറ്റേ കോഴിക്കോട് കയറ ബോട്ടങ്കുയിലുണ്ട്. എടാ കണ്ടിട്ടില്ല കേട്ടാ, ഇഷ്ടം പോലെ മാംസമുണ്ട്. ഇതാണ് മക്കളെ. നമുക്കെത്ര കാണുന്നു, ഭയങ്കര സ്മെല്ലല്ല, കോക്കപ്പീറ്റിൻ്റെ സ്മെല്ലിങ്ങനെ വരുന്നു. പണ്ട് മീൻ പിടിക്കാൻ പോയത് ഓർമ്മ വരുന്നുണ്ടോ എല്ലാവർക്കും? കാണുമ്പോൾ നമ്മൾ പണ്ട് നെൽത്തറയെന്നാണ് പറയുക. നെൽത്തറനെ ഇങ്ങനെ കളച്ചെടുത്തിട്ടാണ് ഇതും എടുത്തിട്ടാണ് മീൻ പിടിക്കാൻ പോകുമ്പോൾ പാടത്തേക്ക്. അതല്ലൊരു കാലം.
അതേപോലെ ഈ വെള്ളമൊക്കെ മാറ്റാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ തുറന്നു വിട്ട് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ പോയിക്കോളും. ഓക്കെ, വെള്ളമൊക്കെ നിറച്ച് സെറ്റ്. നമ്മൾ നന്ന ഡ്രൈ ആക്കിയിട്ടില്ലേ, ചെറിയ വെള്ളം നിർത്തിയിട്ട് തന്നെ ചെയ്തത്. എന്നാൽ എന്താ ചൂട്, ചെറിയ വെറ്റാന്ന് അവർക്ക് ഇഷ്ടം. അപ്പോൾ കോക്കോപ്പീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫുള്ള് ഇതാവും. അതുകൊണ്ട് കോക്കോപ്പീറ്റ് തൽക്കാലം ഒഴിവാക്കി മണ്ണിട്ട്. ഇപ്പോൾ നല്ലോണം വെറ്റേരിയ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോക്കോപ്പീറ്റ് ഇട്ട് കൊടുക്കാം. ഇപ്പം നല്ല ചൂടുണ്ട്. അവനക്ക് വേണമെങ്കിൽ ചൂട് കിട്ടും. ഓക്കെ, നമ്മൾ ആദ്യം എന്തെല്ലാം മരലും വെച്ച് കൊടുക്കാൻ വിചാരിച്ചേ, പിന്നെ ചിലപ്പോൾ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് മരൽ ഒഴിവാക്കി. വാടാ ഹരി, തീർച്ചയായിട്ടും. ഇതാ അപ്പുറം നിർത്തോടാ, ആ സൈഡിൽ നിന്ന് എടുത്തോ, ഓടിക്കോ. ഇതിൻ്റെ രണ്ട് സൈഡൊന്നും കാണാൻ വേണ്ടി പറ്റുമല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അച്ചാക്കാൻ വരുന്നുണ്ടാ. ഒന്നുകൂടി ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആദ്യം കൊടുക്കാം. സംഭവം സെറ്റ്. ഓക്കെ, ഓൾമോസ്റ്റ് ഡൺ. ഇതാ ബാക്ക് കാണിച്ചേ, ബാക്ക്. ഓ മിറർ കേൾക്കൂല, ഈ ഗ്ലാസിൻ്റെ അപ്പുറത്തുള്ളത്. വാ, ഫിനിഷ്. നമ്മളെ മിഷൻ സക്സസ്. കുറച്ച് ഉമിയൊക്കെ ഇട്ടിട്ടുള്ളത്. ഓക്കെ, ബാക്കി അവിടെ നോട്ടെ, കുഴപ്പമില്ല. ഇപ്പോൾ അവനൊന്ന് റിലാക്സ് ചെയ്യട്ടെ. വെള്ളവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, എല്ലാം കൊണ്ടും മൊത്തത്തിൽ ഓക്കെ അല്ലേ? കാണാൻ എങ്ങനെയാ? സൈസ് ഓക്കെ അല്ലേ? അവിടെ ചെറിയ ഹീറ്റ് ഉണ്ട്, ആ ഹീറ്റിൻ്റെ അടുത്ത് പോയി നിൽക്കുന്നുണ്ടോ? അവിടെ തന്നെ അവിടെ ഇരുന്നല്ല. ഓക്കെ, സെറ്റായി. എല്ലാവരും അഭിപ്രായം പറയണേ. ഇന്നത്തെ വീഡിയോ ഫുള്ള് പാമ്പിൻ്റെ തന്നെ ആയിക്കോട്ടെ അല്ലേ? ബാക്കി പിന്നെ നമുക്ക് വേറെ എന്തെല്ലോ കാണിക്കണ്ട. ഇത് ഫുള്ള് പാമ്പിൻ്റെ വീഡിയോ ആണേ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ബാക്കിയുള്ള പൈത്തൻസിൽ നമുക്കൊന്ന് ഫീഡ് ചെയ്യുന്നതും കൂടി കാണിക്കാം. ഇവൻ്റെ ഫീഡിങ് നാളെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഇവനിക്ക് നാളെ ഫുഡ് കൊടുക്കുന്നില്ലോ, ഈ കൂട്ടിലൊന്ന് റിലാക്സ് ചെയ്തിരിക്കട്ടെ ഇവൻ. അതിന് ശേഷം നമുക്ക് പിന്നെ ഫുഡ് കൊടുക്കുന്നതൊക്കെ കാണാം. അതുപോലെ ഇപ്പോൾ ഇന്ന് നമുക്ക് ബാക്കിയിലെ നമ്മുടെ ബിലാലിനും മൈക്കിളിനൊക്കെ ഫുഡ് കൊടുക്കുന്നത് കാണിക്കാം. ഓക്കെ, കുറുപ്പ് എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവർക്കും നമുക്ക് ഫുഡ് കൊടുക്കുന്നത് കാണിക്കാം. വാ. അതുപോലെ ഏലിയലിനും ചറ ബ്രീഡിങ് ആണ്. നോക്കിയേ, എല്ലാ കൂട്ടിലും എത്ര കുട്ടികൾ നോക്കി, ഇതൊക്കെ നോക്കിയാൽ കണ്ട അമ്മയും കുട്ടികളും കാണുന്നൊക്കെ. അങ്ങനെ എല്ലാത്തിലും ഉണ്ട്, നല്ലോണം ഇറങ്ങുന്നുണ്ട്. എന്താ പിന്നെ ഇതിൻ്റെ ബേബീസ് ഇതാ, പുതിയ കുട്ടി മൈസിൻ്റെ. അതുപോലെ ഗിർബൽസ് എല്ലാം ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇതാ, അപ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കും ഇത് തിന്നാൻ കൊടുത്തിട്ടില്ലെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. പെറ്റുപേറിയിട്ട് അമ്മാതിരി. ഇതെല്ലാം ഒരു ആവാസ വ്യവസ്ഥേൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. ഈ ഇത്ര അധികം ബ്രീഡാകുന്ന സാധനം മറ്റൊരു ജീവൻ്റെ ഫുഡാകുന്നതൊക്കെ ഇതിൻ്റെ ഒരു സിസ്റ്റം അത്. ഓക്കെ, നമ്മൾ നോർമലി ഇവനെല്ലാം ആദ്യം എന്താക്കണമെന്നറിയോ, വേറെ പിന്നെ ഒരു ബോക്സിലാക്കിയിട്ടാണ് ഫീഡ് കൊടുക്കാറുള്ളത്. പക്ഷേ ഇതിനൊക്കെ ഫീഡ് കൊടുത്തു ഇപ്പോൾ നമ്മൾ ഭയങ്കര ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടാ. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇപ്പം നമ്മൾ ഇവരെ പഠിച്ചില്ലേ, അപ്പോൾ നമുക്ക് ആർക്കാ ഫീഡ് ചെയ്യണ്ടേ? നമുക്ക് ഇവിടുന്ന് തുടങ്ങാം അല്ലേ? വേടാ ഒരു കാര്യം ആദ്യം ഒന്ന് അതിനെടുത്തിട്ട് ഇപ്പുറം വെക്കാം. ഓക്കെ, എന്നിട്ട് ഫീഡ് ചെയ്യാം. വേടാ കഴിച്ചു. എന്നെ അതിനെ പാമ്പിൻ്റെ രീതിയാണ് എനിക്ക് ഒന്നും കൂടി നല്ലതായിട്ട് തോന്നിട്ട്. നമ്മളെ ബുഷ് ബേബിൻ്റെ എല്ലാം കണ്ടില്ലേ, ജീവനോടെ തന്നെ കടിച്ചു തിന്നല്ല. ആ ചുരുട്ടി, അതാ അതിൻ്റെ തല കാണുന്നത് അടുത്ത് പോയി കാണും. അതിനെ കൊന്ന് കഴിഞ്ഞിട്ട് അവർ വിഴുങ്ങുക ചെയ്യുക. ആ അത് പിന്നെയും എനിക്ക് ഒരു നല്ല സിസ്റ്റമായിട്ടാണ് തോന്നുന്നത്. ബാക്കി ഇവിടെ കുറേ ജീവികളുണ്ട്, മരിക്കുന്നതിന് മുന്നേ തന്നെ സൈഡിൽ നിന്ന് കടിച്ചു തിന്നാൻ തുടങ്ങും. പിന്നെയും പാമ്പിൻ്റെ സിസ്റ്റമാണ് നല്ലത്. കാരണം കമ്പാരിറ്റീവ്ലി നോക്കുവാണെങ്കിൽ നമ്മളെ അടുത്ത ഇത് നമ്മളിവിടെ അത്ര എലികളുണ്ടേ. അയ്യോ എവിടെ പിടിച്ചത്? വാലിനെ പിടിച്ച്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പിടുത്തം കാണുന്നു. പക്ഷേ തല ഉള്ളിൽ പോയിട്ടുണ്ട്. ഇതൊക്കെ വാലിനാണ് കടിച്ചത് വാലിന്. പക്ഷേ തല ഇപ്പുറത്ത് ചുരുട്ടി. ഇങ്ങനൊരു പിടുത്തം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സാധാരണ ഇപ്പോൾ ഉടലെല്ലാം പിടിക്കാറുണ്ട് തല കിട്ടിയിട്ടില്ലെങ്കിൽ. പക്ഷേ തല അപ്പുറത്ത് ഞെരുക്കി അകത്തായി കണ്ട. ഓക്കേ, അപ്പോൾ ഇന്നത്തത് മൊത്തം ക്രൂരമായ വീഡിയോ വന്നിട്ടാ. അടുത്ത നമുക്ക് ഫുൾ അടക്കല്ലേ, വെയിറ്റ് ചെയ്യേ. നമുക്ക് ഇതങ്ങോട്ട് ആക്കിയതിന് ശേഷം അടക്കാം, അല്ലെങ്കിൽ അതിന് സ്ട്രെസ്സാവും ചിലപ്പോൾ. ഇതുണ്ടാ ഈ പിന്നെ നമ്മൾ ഈ റെട്ടൽ പോവാ ഷെഡിങ്ങിൻ്റെ സമയമാണ്. ഷെഡിങ് സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ ഈ സമയത്ത് ഫുഡ് എടുക്കൂല കേട്ടോ. ഈ ഇതിൻ്റെ എന്താ പറയുക സ്കെയിലെല്ലാം കാണുന്നില്ലേ, ഇപ്പോൾ നാളെ മറ്റന്നാളെ അത് കംപ്ലീറ്റ് റിമൂവ് ചെയ്യും. അതിൻ്റെ കളറൊക്കെ മങ്ങി തുടങ്ങി. അപ്പോൾ ഈ സമയത്ത് നല്ല സ്ട്രെസ്സായി ഇരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് ഫുഡ് എടുക്കൂല, ഈ സമയത്ത് കൊടുക്കണ്ട. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഷെഡിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൊടുക്കാം. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ഇവന് കൊടുക്കാം. ഇത് കുറച്ച് പിന്നെ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കേ, മൂവ്മെൻ്റൊക്കെ ഭയങ്കര ഫാസ്റ്റാണ്. ഇത് കോൺസ്നേക്കാണേ. കോൺസ്നേക്കലിൽ ചെറുത് നമുക്ക് ഓർമ്മ ഉണ്ടാവും, ചെറിയ അതിനെ വാങ്ങിച്ചത്. ഇപ്പോൾ അത്യാവശ്യം നല്ല സൈസായി. ആദ്യം ഇതിനൊന്ന് കാണിച്ചു കൊടുക്കാം. അയ്യോ പാമ്പന്നെ ബേജാറായി. ഇതും ചിലപ്പോൾ അതിന് കുറേ സമയം എടുക്കും ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ അപ്പോഴത്തേക്കുണ്ടല്ലോ നമ്മുടെ മറ്റവനുണ്ടല്ലോ ഭയങ്കരമായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. ആര്? ഗ്രീൻ ട്രീ പൈപ്പ്. ഒന്ന് ഓന് കൊടുക്കാം. ഇവിടെ വെച്ച് കൊടുക്കാം. സിമ്പിളായിട്ട് എടുത്ത്. അതോടെല്ലാം അടിച്ചല്ലേ, കറക്റ്റ് പിടുത്തം. ഭയങ്കര സാധനം. ഇതാ നമ്മുടെ മൈക്കിളപ്പം പിന്നെ പറഞ്ഞ പിന്നെ എൻ്റെ അപ്പുറമില്ല. പെർഫെക്റ്റ് ഷോട്ടല്ലേ. ഇനിയിപ്പോൾ അത് കഴിക്കുന്ന കാണിച്ചാൽ ഇപ്പോൾ ഇടയ്ക്കുന്നൊന്നും അധികം കാണിക്കണ്ട മിസറേ.
പിന്നെ ഇന്നത്തെ വീഡിയോ ഈ മനക്കെട്ടില്ല ആൾക്കാർ എന്താ പറയുക, അങ്ങനത്തെ ആൾക്കാർക്കൊന്നും കാണാൻ കഴിയില്ല. ഇതുണ്ട കഴിച്ചു തുടങ്ങി നോക്കിയേ. ഇതെല്ലാം പിന്നെ ഇതിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനൊന്നും നെഗറ്റീവ് വരും, പക്ഷേ ഇതിനെല്ലാം എല്ലാത്തിനും വളർത്തണമെങ്കിൽ ഓരോരു എന്താ പറയുക ഒരു സിസ്റ്റത്തിലല്ലേ നമുക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. ഇവർ കൊന്നു കഴിഞ്ഞ് അങ്ങനെ തന്നെ വിഴുങ്ങും. ഓക്കെ, ഓരോരാളും കഴിക്കാൻ തുടങ്ങി. ഇതണ്ട കൊന്നതിന് ശേഷമാണ് ഇവർ തല മുതലാണ് ഇങ്ങനെ വിഴുങ്ങുക. ഓക്കെ, എല്ലാവരും സെറ്റ്. അവന് പിന്നെ ഫുള്ള് റിലാക്സാണ്. എനിക്ക് അടുത്ത ഫുഡ് കൊടുക്കണം അത്രേ. മറ്റോ കൊന്ന് കഴിഞ്ഞ് അതിന് മെല്ലനെ കഴിച്ചോളൂ. അതില്ല, ചത്തിട്ടില്ല, വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, എന്താടാ അരി ബനാന കൊടുത്തില്ല? കൊടുക്കാം, കൊടുത്താ നീ ഇട്ട് കൊടുത്താ? ഓക്കെ, ഗ്യാപ്പിൽ ബനാനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതും കഴിച്ചു. അപ്പോൾ പിന്നെ ഇനി അപ്പുറത്തെ ബാക്കിലുള്ള ഇനി അതിന് ആ വീഡിയോയിൽ കാണിക്കണ്ട, അതങ്ങനെ കൊടുത്തത്. അപ്പോൾ നമ്മൾ ഒറ്റ ദിവസം അല്ല കേട്ടോ എല്ലാത്തിനും കൊടുക്കുന്നത്. വീഡിയോ എടുക്കുന്നുണ്ട് അങ്ങനെ കൊടുത്തതാണ്. അത് മാറി മാറി നമ്മൾ കയ്യിൽ വെച്ച് കൊടുക്കുന്ന കയ്യിലെല്ലാം വെച്ച് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇവരെ തന്നെയല്ലേ. അപ്പോൾ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ 2 ദിവസത്തേക്ക് നമ്മൾ എടുക്കൂല നോർമലി. ഓക്കെ, ഇതല്ല കഴിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ അനാക്കോണ്ട എന്തായി? വെള്ളത്തിൽ തന്നെ ഉണ്ട് കേട്ടാ. എന്തായാലും സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ബാക്കി നമുക്ക് നാളെ ഫുഡ് കൊടുക്കുന്നതും അതുപോലെ നമുക്ക് കയ്യിലെടുക്കാൻ പറ്റുമെന്നുള്ളതും നാളെ ശ്രമിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നാളെ കാണാം. അവരിപ്പോൾ എന്താ ഫീഡ് ചെയ്യാ? താറാവിന് കൊടുക്കല്ലേ അരി? എന്തിനാ കൊടുക്കുക? ഇവിടെ മറ്റേ എലിയും പാമ്പും അങ്ങോട്ടും ഇങ്ങോട്ടും പോവാന്നേ. പാമ്പ് ഭക്ഷണം കഴിക്കുന്നത് അല്ല, അത് പാക്മാൻ അല്ല കേട്ടോ. ഇപ്പൊ ബോർഡ് മാറ്റിയതാണ്. ഇത് അനാക്കോണ്ടായിരുന്നു. ഇവിടെ ഇപ്പൊ തവള ഉണ്ടായിരുന്നു, ഇപ്പൊ മാറ്റിയതാ. ആ ബോർഡ് മാറ്റിയിട്ടല്ല, ബോർഡ് വെക്കണത്രേ. ഇതിപ്പോ മാറ്റിയിട്ട് എത്ര ഇതാ ബോക്സ് കാണുന്നില്ലേ? ഇപ്പൊ മാറ്റൂട്ടാ. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ് ഇതാ പിന്നെ നമ്മൾ അനാക്കോണ്ടനെ ഇതാ തുറന്ന് വെച്ചിട്ടുണ്ട്. എല്ലാം ക്ലീനെല്ലാം ചെയ്ത് പൂപ്പെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് ഒരു ഗിനി പിഗിനെ കൊടുക്കുന്നു കേട്ടോ. ഫസ്റ്റ് ഫീഡ് ഗിനി പിഗിനെ കൊടുക്കുന്നത്. എങ്ങനെ ഉണ്ട് എടുക്കുന്നതൊക്കെ നമുക്ക് നോക്കാം. ഇവിടെ തൽക്കാലം വിടാം. ഓക്കെ, അറിഞ്ഞേ റെഡി ആയിട്ടുണ്ട്. അതാ തിരിഞ്ഞ് പോകുന്നുണ്ട് കേട്ടാ. സെറ്റ് അവിടെ ശരിക്കും കാണിക്കും, നീ അതിൽ നോക്കല്ല. ഓക്കെ, അത് പൂട്ടി വെക്കാനേ കിട്ടൂലേ? വീഡിയോയിൽ കിട്ടൂലേ? ഓക്കെ, എടുത്തിട്ടില്ലല്ലേ? മേടിച്ചിട്ട് പോകുന്നല്ലേ. നോക്കാം, എന്തായാലും ഒരു ട്രൈ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ പുതിയ എൻക്ലോഷർ അല്ലേ, ഒരു പരിചയക്കുറവുണ്ടാവും. റെഡി. വേണ്ട, വിശപ്പില്ലേ?
ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇന്നും കൂടി ഇത് പുറത്തേക്ക് എടുക്കാം, എന്നിട്ട് പിന്നെ ഒരു ദിവസം ഫീഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്ന് പറഞ്ഞാൽ ആ ആവേശം കാണുന്നില്ല, അപ്പോൾ എന്തായാലും സ്ട്രെസ് ഉണ്ടാവും. ആ സ്ട്രെസ്സ് കഴിഞ്ഞിട്ട് ഒരു 1-2 ദിവസം ഈ എൻക്ലോഷറിൽ നിർത്തിച്ചതിന് ശേഷം നമുക്ക് ഫീഡ് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ഫീഡ് ക്യാൻസൽ ചെയ്ത് ഇതുണ്ടായി നീ ലീവാന്ന് പറഞ്ഞേ. അപ്പോൾ ഒന്ന് കൈയെടുത്ത് നോക്കല്ലേ. അപ്പോൾ പാമ്പിനെ എടുക്കാൻ പോയിട്ട് ചെറിയ എന്താ പറയുക, അവന് നല്ല പേടിയുണ്ട് അത്ര കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് എന്തായാലും എടുക്കുന്നില്ല, നമുക്ക് 2-3 ദിവസം കഴിഞ്ഞിട്ട് എടുക്കാം. അതുപോലെ ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടാമെന്ന് അറിയില്ല കേട്ടോ, ഇന്ന് ഫുള്ള് പാമ്പിൻ്റെ പരിപാടിയല്ലേ. ഓക്കെ, അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ശനിയാഴ്ച കാണാം. ഓക്കെ, ബൈ.